ആകാശവാണി. തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. ദുരന്ത സാധ്യതാ മുന്നറിയിപ്പുമായി കവചം പദ്ധതി. പ്രകൃതി ദുരന്തങ്ങൾ സംബന്ധിച്ച് രക്ഷാസേനകൾക്കും പൊതുജനങ്ങൾക്കും ദുരന്ത സാധ്യതാ മുന്നറിയിപ്പ് നൽകുന്നതിനുള്ള അത്യാധുനിക സംവിധാനമായ കവചം പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ മാസം തിരുവനന്തപുരത്ത് നിർവഹിച്ചു. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്, ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, കേന്ദ്ര ജല കമ്മീഷൻ തുടങ്ങിയ ഏജൻസികൾ പുറപ്പെടുവിക്കുന്ന അതിതീവ്ര ദുരന്ത മുന്നറിയിപ്പുകളാണ് പൊതുജനത്തെ അറിയിക്കുന്നത്. ലഭ്യമാകുന്ന എല്ലാ വിവരങ്ങളെയും സംയോജിപ്പിച്ചുകൊണ്ട് ദുരന്ത മുന്നറിയിപ്പ് നൽകുക എന്നതാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യം വയ്ക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടന വേളയിൽ പറഞ്ഞു. ലഭ്യമാകുന്ന എല്ലാ വിവരങ്ങളെയും സംയോജിപ്പിച്ചുകൊണ്ട് ദുരന്ത മുന്നറിയിപ്പ് നൽകുക, ഇതാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യം വെക്കുന്നത്. കഴിഞ്ഞൊരു വ്യാഴവട്ടക്കാലമെടുത്താൽ 10 വലിയ പ്രകൃതി ദുരന്തങ്ങൾക്കാണ് നമ്മുടെ നാട് ഇരയായത്. ഇതെല്ലാം കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായുള്ളത് കൂടിയാണ്. പക്ഷെ അതിൻ്റെ കടുത്ത ദൂഷ്യവശങ്ങൾ അനുഭവിക്കുന്നൊരു നാടായിട്ടാണ് നമ്മുടെ നാട് മാറിയിരിക്കുന്നത്. അപ്പോൾ നാടിൻ്റെ നല്ല ഭാവിക്ക് വേണ്ടി ദുരന്തങ്ങളെ തടയുന്നതിനും ദുരന്തങ്ങളുടെ ആഘാതം കുറക്കുന്നതിനുമുള്ള ഇടപെടലുകളാണ് ഉണ്ടാവേണ്ടത്. മുന്നറിയിപ്പ് സംവിധാനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിനുള്ള ഇടപെടലും നടത്തി കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെയെല്ലാം തുടർച്ച എന്ന നിലക്കാണ് കവചത്തെ, ഈ സംവിധാനത്തെ കാണേണ്ടത്. പൊതുജനങ്ങൾക്കും രക്ഷാസേനകൾക്കും കൃത്യമായ മുന്നറിയിപ്പ് നൽകുക, ആവശ്യമെങ്കിൽ ആളുകളെ മാറ്റി താമസിപ്പിക്കുക, ഇതെല്ലാം ചെയ്യുന്നതിന് ഇതുവഴി കഴിയുമെന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. സൈറൻ്റെ ശബ്ദം നമ്മൾ കേട്ടു. ഇത് എല്ലാ സ്ഥലത്തും മുന്നറിയിപ്പായിട്ട് വരുമ്പോൾ ആവശ്യമായ മുൻകരുതലുകൾ എടുക്കാൻ കഴിയും. അത്യാധുനികമായ ഒരു ദുരന്ത സാധ്യതാ മുന്നറിയിപ്പാണ്, അതിനൊരു സംവിധാനമാണ് കവചം. നമ്മുടെ രാജ്യത്തെ തന്നെ ഈ തരത്തിലുള്ള ആദ്യത്തെ സംരംഭമാണിത് എന്നതും ഒരു പ്രത്യേകതയാണ്. സൈറൺ, സ്ട്രോബ് ലൈറ്റ് ശൃംഖല, അവ നിയന്ത്രിക്കുന്ന എമർജൻസി ഓപ്പറേഷൻ സെന്ററുകൾ, ഡിവിഷണൽ സപ്പോർട്ട് സോഫ്റ്റ്വെയർ, ഡാറ്റാ സെന്റർ എന്നിവ അടങ്ങുന്നതാണ് കവചം അഥവാ കേരള വാർണിംഗ് ക്രൈസിസ് ആൻഡ് ഹസാർഡ് മാനേജ്മെന്റ് സിസ്റ്റം. ഇന്ത്യയിൽ ആദ്യമായാണ് ഇത്തരത്തിൽ ഏറ്റവും വേഗത്തിൽ പൊതുജനങ്ങളിലേക്കെത്തുന്ന അത്യാധുനിക ദുരന്ത സാധ്യതാ മുന്നറിയിപ്പ് സംവിധാനം. അതിതീവ്ര ദുരന്ത സാധ്യതാ മുന്നറിയിപ്പുകൾ കേന്ദ്ര നോഡൽ വകുപ്പുകളിൽ നിന്ന് ലഭിക്കുമ്പോൾ ഉടൻ തന്നെ പൊതുജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കും. പ്രകൃതിപരമായോ മാനുഷിക പ്രവർത്തനങ്ങൾ കൊണ്ടോ ഉണ്ടാകുന്ന ഒരു ദുരന്തത്തിന്റെ പ്രത്യാഘാതങ്ങൾ ലഘൂകരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് ദുരന്ത നിവാരണം അഥവാ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിലെ ഹസാർഡ് അനലിസ്റ്റായ ശ്രീ ഫഹദ് മർസൂഖ്, ദുരന്ത ലഘൂകരണ പ്രവർത്തനങ്ങളിൽ ഏറ്റവും സുപ്രധാനമായ ഒരു ഘടകമാണ് ദുരന്ത സാധ്യതാ മുന്നറിയിപ്പ് സംവിധാനം എന്നുള്ളത്. തടയാനാകാത്ത പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാക്കുന്ന ആഘാതം പരമാവധി ലഘൂകരിക്കുന്നതിൽ നേരത്തെ തന്നെയുള്ള ഒരു കൃത്യമായ മുന്നറിയിപ്പുകൾക്ക് നിർണായകമായ ഒരു പങ്കുണ്ട്. ദേശീയ ചുഴലിക്കാറ്റ് പ്രതിരോധ പദ്ധതിയുടെ സാമ്പത്തിക സഹായത്തോടെ കേരളത്തിൽ വികസിപ്പിച്ച അതിനൂതനമായ ദുരന്ത സാധ്യതാ മുന്നറിയിപ്പ് സംവിധാനമാണ് കവചം അഥവാ കേരള വാർണിംഗ്സ് ക്രൈസിസ് ആൻഡ് ഹസാർഡ് മാനേജ്മെന്റ് സിസ്റ്റം എന്നുള്ളത്. എൻഡ് ടു എൻഡ് കണക്റ്റഡ് ആയിട്ടുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സംയോജിത ഇന്റലിജന്റ് അല്ലെങ്കിൽ ദുരന്ത മുന്നറിയിപ്പ് സംവിധാനം, അതോടൊപ്പം തീരുമാന പിന്തുണ സംവിധാനം അല്ലെങ്കിൽ ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റമാണ് കവചം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. 126 സൈറൺ സ്ട്രോബ് ലൈറ്റ് ശൃംഖല, അവ നിയന്ത്രിക്കുന്നതിനായി 93 VPN ബന്ധിത എമർജൻസി ഓപ്പറേഷൻ സെന്ററുകൾ, അവയുടെ ഡിസിഷൻ സപ്പോർട്ട് സോഫ്റ്റ്വെയർ, ബൃഹത്തായ ഡാറ്റാ ശേഖരം എന്നിവ അടങ്ങുന്ന ഒരു സംവിധാനമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി 2025 ജനുവരി 21 ഉദ്ഘാടനം ചെയ്തത്. മുന്നറിയിപ്പ് നൽകാൻ ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്ര ഏജൻസികളിൽ നിന്ന് ലഭിക്കുന്ന ദുരന്ത സാധ്യതാ മുന്നറിയിപ്പുകൾ, കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ എല്ലാം നിലവിൽ തന്നെ നമ്മൾ മാധ്യമങ്ങൾ വഴിയും സാമൂഹിക മാധ്യമങ്ങൾ വഴിയും ആകാശവാണി വഴിയും സ്ഥലാധിഷ്ഠിത SMS വഴിയും എല്ലാം ജനങ്ങളിലേക്ക് എത്തിക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. ഇതിനു പുറമെയാണ് ഇപ്പോൾ നമ്മൾ ഈ 126 സൈറൺ സ്ട്രോബ് ലൈറ്റ് ശൃംഖല വഴി കൂടി ജനങ്ങളിലേക്ക് മുന്നറിയിപ്പുകൾ എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്താൻ ഉദ്ദേശിക്കുന്നത്.
കേരളത്തിൽ ലഭ്യമായിട്ടുള്ള വിവിധ കാലാവസ്ഥാ വിവരങ്ങൾ, മുന്നറിയിപ്പുകൾ, ദുരന്ത സാധ്യത പ്രദേശങ്ങൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ, അത് സംബന്ധിച്ചുള്ള ഭൂപടങ്ങൾ, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സുകൾ, നമ്മുടെ അടിസ്ഥാന വിവരങ്ങൾ, റോഡ്, സ്കൂള്, കെട്ടിടങ്ങൾ, ദുരിതാശ്വാസ ക്യാമ്പുകൾ, ഫയർ സ്റ്റേഷനുകൾ, പോലീസ് സ്റ്റേഷനുകൾ, അങ്ങനെയുള്ള അടിസ്ഥാന വിവരങ്ങൾ, മറ്റു റിസോഴ്സുകൾ, നമ്മൾ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ തുടങ്ങി ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട സമഗ്ര വിവരങ്ങൾ ഭരണ ഉദ്യോഗസ്ഥ സംവിധാനത്തിന്റെ വിരൽത്തുമ്പിൽ സമഗ്രതയിൽ എത്തിക്കാനുള്ള ഒരു സംവിധാനമാണ് കവചത്തിന്റെ ഒരു പ്രധാന ഘടകമായിട്ടുള്ള ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. മുൻകൂട്ടി തയ്യാറാക്കിയിട്ടുള്ള SOPകൾ ഓരോ വാണിംഗ് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഓരോ മുന്നറിയിപ്പ് ലഭിക്കുമ്പോൾ എന്തൊക്കെയാണ് ഓരോ വകുപ്പും ചെയ്യേണ്ടത്, പൊതുജനങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, ഓരോ വകുപ്പിന് നൽകേണ്ട നിർദ്ദേശങ്ങൾ എന്താണ് തുടങ്ങി വിവിധങ്ങളായ വിവരങ്ങൾ ഈ കവചത്തിന്റെ ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റത്തിന്റെ അകത്ത് ഓൾറെഡി നമ്മൾ വെച്ചിട്ടുണ്ട്. അതിന്റെ കൂടെ കേരളത്തെ സംബന്ധിച്ചുള്ള വിവിധങ്ങളായ വിവരങ്ങൾ ജിയോ ഡാറ്റാ ബേസിലെ 280ഓളം ലെയറുകൾ ഇതിനോടൊപ്പം കവചത്തിൽ സംയോജിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ മുന്നറിയിപ്പ് സെൻസറുകൾ, കാലാവസ്ഥാ വ്യതിയാന സിനാരിയോ ലൈബ്രറി തുടങ്ങിയവയെല്ലാം കവചത്തിൽ ഉൾച്ചേർക്കപ്പെട്ടിട്ടുണ്ട്. ഇതല്ലാതെ ഇതിനോടൊപ്പം തന്നെ കവചത്തിന്റെ ഭാഗമായി ഒരു സിറ്റിസൺ പോർട്ടൽ തയ്യാറാക്കി വരികയാണ്. ഉടനെ തന്നെ അത് ജനങ്ങളുടെ അടുത്തേക്ക് എത്തും. കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കോൾ സെന്റർ ഇതിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നുണ്ട്. ഏതെങ്കിലും അപകട സാധ്യത അല്ലെങ്കിൽ ദുരന്ത സാധ്യത മുന്നിൽ കണ്ടാൽ നമ്മൾ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കൺട്രോൾ റൂം നമ്പറായിട്ടുള്ള 1077 അല്ലെങ്കിൽ 1070 നമ്പറുകളിൽ വിളിക്കുമ്പോൾ അത് ഈ കൺട്രോൾ റൂമുകളിൽ വരികയും അതല്ലെങ്കിൽ താലൂക്ക് കൺട്രോൾ റൂമിലോ ജില്ലാ കൺട്രോൾ റൂമിലോ മറ്റേതെങ്കിലും എമർജൻസി നമ്പർ 112 എന്ന് പറയുന്ന എമർജൻസി നമ്പറിലോ വിളിക്കുമ്പോൾ അത് നമ്മുടെ കോൾ സെന്ററിൽ എത്തുകയും ആ കോൾ സെന്ററിലേക്ക് വിളിക്കുന്ന ആളുടെ ജിയോ ലൊക്കേഷൻ ഉൾപ്പെടെ ഉള്ള വിവരങ്ങൾ ബന്ധപ്പെട്ട അധികാരികളിലേക്ക് അല്ലെങ്കിൽ രക്ഷാസേനയിലേക്ക് നടപടി സ്വീകരിക്കേണ്ട വകുപ്പിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടാൻ പറ്റുന്ന സംവിധാനം ഇതിനോടൊപ്പം ഒരുക്കിയിട്ടുണ്ട്. തെരഞ്ഞെടുക്കപ്പെട്ട മൊബൈൽ ടവറുകൾ, സർക്കാർ കെട്ടിടങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് സൈറണുകൾ സ്ഥാപിക്കുന്നത്. ദുരന്ത ജാഗ്രതാ മുന്നറിയിപ്പുകൾ അതിന്റെ ഗൗരവത്തോടെ തന്നെ പൊതുജനങ്ങൾ കാണേണ്ടതുണ്ട്. മുന്നറിയിപ്പുകളെ അവഗണിക്കുന്നതിന് പകരം മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതാണ്. അതിതീവ്ര മഴയും ചുഴലിക്കാറ്റുമെല്ലാം ഏത് പ്രദേശത്തെയും ബാധിക്കാവുന്നതാണ്. ഒരു പ്രദേശത്ത് മുന്നറിയിപ്പ് ലഭിക്കുമ്പോൾ കൂടുതൽ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് ആദ്യം ചെയ്യേണ്ടത്. കേരള യൂണിവേഴ്സിറ്റി ജിയോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സജിൻ കുമാർ. കേരളത്തിൽ കണ്ടുവരുന്ന പ്രകൃതി ദുരന്തങ്ങൾ പ്രധാനമായും ജലത്തോട് അനുബന്ധിച്ചിട്ടാണ്, അല്ലെങ്കിൽ കാലവർഷത്തോട് അനുബന്ധിച്ചിട്ടാണ്. ഉരുൾപൊട്ടലായിരുന്നാലും ശരി, പ്രളയമായിരുന്നാലും ശരി, കടൽക്ഷോഭമായിരുന്നാലും ശരി, കാലവർഷത്തോടനുബന്ധിച്ചാണ് നാം ഈ എല്ലാം കാണുന്നത്. മറ്റ് പ്രകൃതി ദുരന്തങ്ങൾ, ഉദാഹരണത്തിന് ഭൂചലനം, വോൾക്കാനിസം, ഇതൊക്കെ ഭൂമിയുടെ ഉൾഭാഗങ്ങളിൽ നിന്നും വരുന്ന പ്രതിഭാസമാണ്. അപ്പോൾ കാലവർഷത്തോട് അനുബന്ധിച്ച് വരുന്ന പ്രകൃതിക്ഷോഭങ്ങൾ കാലവർഷത്തിന്റെ തോതിനെ നല്ല രീതിയിൽ നമുക്ക് അനുമാനിക്കാൻ പറ്റിയാൽ നമുക്ക് ഒരുപക്ഷെ ഇങ്ങനെയുള്ള പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ നേടാം. നമുക്ക് പ്രകൃതി ദുരന്തങ്ങളെ നിർത്താൻ സാധിക്കില്ല. അതിനോടനുബന്ധിച്ച് വരുന്ന ക്ഷോഭങ്ങളായിരുന്നാലും ശരി, അല്ലെങ്കിൽ നഷ്ടങ്ങളായിരുന്നാലും ശരി, നമുക്കതിനെ കുറയ്ക്കുവാൻ, അതിന്റെ സാന്ദ്രത കുറയ്ക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. അതിന്റെ ഭാഗമായിട്ടാണ് കവചം എന്നുള്ള ഒരു പദ്ധതി സംസ്ഥാന സർക്കാർ കൊണ്ടുവന്നിട്ടുള്ളത്. ലോകമെമ്പാടും പറഞ്ഞിട്ടുള്ളത് ഒരു 10% വിജയമുണ്ടെങ്കിൽ അതിനെ ഏറ്റവും നല്ല വിജയമായിട്ടാണ് കണക്കാക്കുന്നത്. അതായത് 10% ഈ സംവിധാനം നിങ്ങൾക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പറയുമ്പോൾ അതിൽ ഒരു പ്രാവശ്യം ആ പ്രതിഭാസം സംഭവിച്ചാൽ, ഉരുൾപൊട്ടലായിരുന്നാലും ശരി, കടൽക്ഷോഭമായിരുന്നാലും ശരി, അല്ലെങ്കിൽ പ്രളയം സംഭവിച്ചിരുന്നാൽ അത് ഏറ്റവും വൻ വിജയമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. കാരണം ഇതുവഴി നമ്മൾ ജീവനെയാണ് നമ്മൾ രക്ഷിക്കുന്നത്. അതിനോടനുബന്ധിച്ചുള്ള സ്ഥലത്തിനുണ്ടാകുന്ന നഷ്ടമൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇങ്ങനെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ തടയുവാൻ വേണ്ടിയിട്ട് നമുക്ക് 2-3 കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഒന്ന്, നമുക്ക് ഹാർഡ് എഞ്ചിനീയറിംഗ് പ്രാക്ടീസ് എന്ന് പറയും. മതിൽ കെട്ടുക, കടൽ ഭിത്തി ഉണ്ടാക്കുക, അല്ലെങ്കിൽ പുഴയുടെ 2 സൈഡും ഈ ഭിത്തിയൊക്കെ കെട്ടുക. ഇതൊക്കെ സാമ്പത്തികമായിട്ടും ഒത്തിരി നഷ്ടമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. സർക്കാരിന് അതൊന്നും താങ്ങാൻ പറ്റാവുന്നതല്ല. രണ്ടാമത് സോഫ്റ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറയും. വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുക, അല്ലെങ്കിൽ ക്ഷണം കൊണ്ടുള്ള ചാക്ക് കണക്ക് നമ്മുടെ ഉരുൾപൊട്ടലിന്റെ സമയത്ത് സൈഡെല്ലാം ഭിത്തി അതിനെ സ്ട്രോങ് ആക്കുക. മൂന്നാമതാണ് ഏർലി വാർണിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഏർലി വാർണിംഗ് സിസ്റ്റം മാത്രമേ ഉള്ളൂ ലോകമെമ്പാടും നമ്മൾ പ്രാക്ടീസ് ചെയ്തു വരുന്ന ഒരു പ്രതിഭാസം. അപ്പം ജനങ്ങളോട് പറയുവാനുള്ളത്, സർക്കാരിന്റെ എല്ലാ വാർണിംഗ്സും നിങ്ങൾ ഭയങ്കര അലർട്ടോടെ തന്നെ എടുക്കണം. കാരണം നമുക്ക് ജീവൻ ആണ് ഏറ്റവും പ്രധാനം. ഒരു ഉദാഹരണത്തിന്, ആദ്യത്തെ പ്രാവശ്യം വാർണിംഗ് നൽകാൻ നേരത്ത് തീർച്ചയായും ആൾക്കാർ അവിടെ നിന്ന് മാറി താമസിക്കും.
അന്ന് പ്രകൃതിക്ഷോഭം ഉണ്ടായിട്ടുണ്ടാവില്ല. രണ്ടാമത്തെ പ്രാവശ്യം വാർണിംഗ് വരാൻ നേരത്തും അവർ മടിച്ചിട്ടായിരിക്കും ഇറങ്ങുന്നത്, മാറി താമസിക്കുന്നത്. പക്ഷേ പ്രകൃതിക്ഷോഭം ഉണ്ടാവില്ല. മൂന്നാമത്തെ പ്രാവശ്യം അവർ 2 പ്രാവശ്യം നടന്നില്ലല്ലോ, അപ്പം കൂടുതൽ ധൈര്യം കിട്ടും അവർക്ക്. അവിടെ ഈ കവചം മാതിരിയോ അല്ലെങ്കിൽ വേറെ ഏത് ഏർലി വാർണിംഗ് സിസ്റ്റത്തിനോട് താല്പര്യക്കുറവ് കാണിക്കും. മൂന്നാമത്തെ പ്രാവശ്യം അവർ അവിടെ നിന്ന് മാറില്ല. ആ സമയത്തായിരിക്കും പ്രകൃതി ദുരന്തം ഉണ്ടാകുന്നത്. സംഭവിക്കാതിരിക്കട്ടെ. എല്ലാവരും ഇതിനെക്കുറിച്ചുള്ള ഇമ്പോർട്ടൻസ്, പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് സർക്കാരിന്റെ എല്ലാ സംവിധാനങ്ങളുടെയും അല്ലെങ്കിൽ സ്ഥാപനങ്ങളിൽ നിന്നും വരുന്ന വാർണിംഗ്സിനെ ഭയങ്കര സീരിയസ് ആയിട്ട് എടുത്ത് അവിടെ നിന്ന് മാറുക തന്നെയാണ് വേണ്ടത്. അതാണ് നമ്മുടെ നല്ല ഒരു സംസ്ഥാനമായി മാറുവാൻ അല്ലെങ്കിൽ ഈ പദ്ധതിയെ നല്ല വിജയകരമാക്കുവാൻ വേണ്ടിയിട്ട് ജനങ്ങളെന്ന നിലയിൽ നമുക്ക് ചെയ്യുവാൻ സാധിക്കുന്നത്. ഏറെ നാൾ മഴ നീണ്ടു നിൽക്കുന്നതോ ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലകളോ ആയ പ്രദേശത്തുള്ളവർ അത്യാവശ്യ സാധനങ്ങളും രേഖകളുമെല്ലാം പ്രത്യേകം സൂക്ഷിക്കുകയും അത്യാവശ്യ സമയത്ത് അത്തരം വസ്തുക്കൾ നഷ്ടമാകാതിരിക്കും. ഏതൊരു ജാഗ്രതാ മുന്നറിയിപ്പും ഗൗരവമായി കാണേണ്ടതാണ്. വേഗത്തിൽ അപ്രതീക്ഷിതമായി സംഭവിക്കുന്നതോ ജീവനോ സ്വത്തിനോ നഷ്ടം സംഭവിക്കുന്നതോ ആയ ഏതൊരു അവസ്ഥയെയും ദുരന്തം എന്ന് വിശേഷിപ്പിക്കാവുന്നതാണ്. അത് പ്രകൃതിദത്തമോ അല്ലാത്തതോ ആകാം. ഭൂമിശാസ്ത്രപരമായും കാലാവസ്ഥാപരമായും പല കാരണങ്ങളാണ് ദുരന്തങ്ങൾക്ക് പിന്നിൽ. ഇത്തരം അവസ്ഥകളെ നേരിടാനും അവയിൽ നിന്ന് രക്ഷപ്പെടാനും നാം അറിഞ്ഞിരിക്കണം. തിരുവനന്തപുരം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റിലെ ഫാക്കൽറ്റി ശ്രീ അമൽ രാജ്. സ്വന്തം രക്ഷയും സമൂഹത്തിന്റെ രക്ഷയും ഉറപ്പുവരുത്തുന്നതിന് മനുഷ്യ സമൂഹം ഒരുപാട് യത്നിച്ചിട്ടുണ്ട്. റോഡിൽ പോകുന്ന ട്രാഫിക് സിഗ്നലുകളിൽ റെഡ് എന്ന ഒരു മുന്നറിയിപ്പിന് നമ്മൾ ആവശ്യത്തിന് പരിഗണന നൽകാറുണ്ടോ? പറഞ്ഞു വരുന്നത് ഈ മുന്നറിയിപ്പ് നൽകുന്ന സംവിധാനങ്ങളുടെ ശക്തിയും പ്രസക്തിയും മാത്രം പോരാ, ഇതിനെ നമ്മൾ എങ്ങനെ ഏറ്റെടുക്കുന്നു, അതിനെ പ്രോസസ് ചെയ്യുന്നു എന്ന കാര്യം കൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അതായത് ദുരന്ത മുന്നറിയിപ്പുകൾ സമൂഹത്തിൽ എത്തിപ്പെടുന്നതിനും ഇത്തരം വിവരങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്നതിന് അവയെ കൃത്യമായി നിരീക്ഷിച്ച് ആവശ്യമായ നടപടികൾ എടുക്കുന്നതിനും നമ്മുടെ ജനസമൂഹം എത്രത്തോളം പ്രാപ്തരാണ് എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ശാസ്ത്ര സാങ്കേതിക സംവിധാനങ്ങളുടെ പരമാവധി വിനിയോഗം ഈ മേഖലയിൽ നമ്മൾ ഉപയോഗിക്കേണ്ടതുണ്ട്. ഇതിനുള്ള ഒരു അവസരമാണ് നിലവിൽ സർക്കാർ ഒരുക്കിയിട്ടുള്ളത്. വിവിധങ്ങളായ സങ്കേതങ്ങളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ഒരു കാരണവശാലും ഒരു മെസ്സേജ് എത്തിപ്പെടാതിരിക്കുന്നതിനുള്ള എല്ലാ സാധ്യതകളെയും ഒഴിവാക്കിക്കൊണ്ട് ജനങ്ങൾക്ക് ആവശ്യമായ വിവരം കൃത്യമായി നൽകുന്നതിനുള്ള ഒരു മുന്നറിയിപ്പ് സംവിധാനമാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ള കവചം എന്ന ദുരന്ത നിവാരണ സംവിധാനം. മുന്നറിയിപ്പ് സംവിധാനങ്ങൾ എല്ലായ്പ്പോഴും വളരെ ലളിതമായിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അത് സാധാരണക്കാരന് പ്രാപ്യവുമാകണം. അതിലെ സന്ദേശങ്ങൾ അവന് ഗ്രഹിക്കാൻ സാധിക്കണം എന്നർത്ഥം. ഒരുപക്ഷെ ഈ മേഖലയിൽ ഏറ്റവും ഭംഗിയായ രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന സംവിധാനങ്ങളിൽ ഒന്നാണ് ലോകത്തിലെ ആദ്യത്തെ വയർലെസ് ആശയവിനിമയ സംവിധാനമായ നാം ഇപ്പോൾ കേൾക്കുന്ന റേഡിയോ സങ്കേതങ്ങൾ. തീർച്ചയായിട്ടും എത്ര നവീന ആശയങ്ങൾ വന്നാലും റേഡിയോ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നതുമായ ഒരു മുന്നറിയിപ്പ് സംവിധാനമായി നിലനിൽക്കുക തന്നെ ചെയ്യും. ഒരു ദുരന്തമുണ്ടാകുമ്പോൾ സ്വയം രക്ഷയും രക്ഷാപ്രവർത്തനവും വളരെ പ്രധാനമാണ്. അടുത്ത പ്രദേശങ്ങളിൽ മുന്നറിയിപ്പ് നൽകുകയും ആൾക്കാരെ മാറ്റിപ്പാർപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളും ചെയ്യേണ്ടതാണ്. മാറ്റിപ്പാർപ്പിച്ചവർക്ക് വൈദ്യസഹായം ഉൾപ്പെടെയുള്ളവ ഒരുക്കേണ്ടതുമാണ്. പുനരധിവാസവും പുനരുദ്ധാരണവുമെല്ലാം ക്രമേണ ചെയ്യേണ്ടതുമാണ്. ദുരന്തബാധിത പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് ആവശ്യമായ ബോധവൽക്കരണം നൽകേണ്ടതുണ്ട്. ദുരന്തമുണ്ടാകാനുള്ള സാധ്യതകൾ അറിയുകയും വിവിധ വകുപ്പുകളുടെ ജാഗ്രതാ മുന്നറിയിപ്പ് പ്രകാരമുള്ള പ്രവർത്തനങ്ങളും ചെയ്യേണ്ടതാണ്. ദുരന്തത്തെ നേരിടുക എന്നത് ദുരന്തത്തോടൊപ്പം ജീവിക്കുക എന്നതിലേക്ക് നാം എത്തേണ്ടിയിരിക്കുന്നു. പലതരത്തിലുള്ള ദുരന്തങ്ങളാണ് ഉണ്ടാകുന്നത്. അതിനെ ജാഗ്രതയോടെ നമുക്ക് നേരിടാൻ കഴിയും. സർക്കാരിന്റെ പദ്ധതികളും സമൂഹത്തിന്റെ പിന്തുണയും നമുക്ക് ലഭ്യമാണ്. ദുരന്ത ലഘൂകരണം എന്നത് സമൂഹത്തിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം കൂടിയാണ്. കവചം പദ്ധതി പ്രാവർത്തികമാകുന്നതോടെ ദുരന്ത സാധ്യതാ മുന്നറിയിപ്പുകൾ പെട്ടെന്ന് ലഭിക്കുകയും അതിനനുസരിച്ച് രക്ഷാപ്രവർത്തനങ്ങൾ വേഗത്തിൽ ചെയ്യാൻ സാധിക്കും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. വാർത്താ തരംഗിണി സമാപിക്കുന്നു. ഏകോപനം മയൂഷ AM. തയ്യാറാക്കി അവതരിപ്പിച്ചത് സുനീഷ് വിതുര. വാർത്താ തരംഗിണി ഇനി വ്യാഴാഴ്ച രാവിലെ 9 മണിക്ക്.